തിരുകുമാരനും മാതാവിനും കോടി നന്ദി. കാരണം എൻ്റെ പേര് പാർവതി എന്നാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ പെരുമ്പാവൂർ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കാരണം ഞങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്ന സമയം അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. എനിക്കൊരു 21 വയസ്സായ സമയത്ത് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ഉപേക്ഷിച്ച് പോയത്. ഞങ്ങൾ 3 പേരും, എനിക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ ഉപേക്ഷിച്ച് അച്ഛൻ വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോയതാണ്. അന്ന് തൊട്ട് ഞാനും അമ്മയുമാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അവസ്ഥ അത് പറ്റാത്ത കാരണം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് കാനറ ബാങ്കിൽ ഇൻഷുറൻസ് സെക്ഷനിൽ HSBC ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിലേക്ക് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ നമുക്കിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, നമുക്കവിടെ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയടുത്ത് ഞാൻ പറഞ്ഞ്, അമ്മേ നമ്മൾ എന്തോരം അലഞ്ഞതാണ് അമ്മേ, ഈ ദൈവങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചതല്ലേ, ആരും നമ്മുടെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിനി അവിടെയും പോണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ അങ്ങനെ പറയല്ലേ, നമുക്കവിടെ പോകാം, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് അമ്മ എന്നെയും അനിയത്തിനെയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന്, അമ്മ ഉടമ്പടി അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ്, അമ്മയുടെ രീതിയിൽ അമ്മ വിശ്വസിച്ചോ, പക്ഷേ എനിക്കിനിയിപ്പോൾ ദൈവങ്ങളിലുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അങ്ങനെ പറയല്ല, അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിവിടെ അമ്മ ഒരു ദിവസം പറഞ്ഞ്, നിങ്ങളെ രണ്ടുപേരും ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ എത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്ന്, എന്നെയും എൻ്റെ അനിയത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് ഇവിടെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കിവിടെ വന്നപ്പോൾ തൊട്ടൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണുണ്ട് അമ്മ, ഇത്രയും നാളും ഞാൻ അനുഭവിച്ച പോലെ അല്ല അമ്മേ, എനിക്കിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ മാതാവ് വളരെ ശക്തിയുള്ളതാണ്, മാതാവ് സഞ്ചരിക്കുന്ന മാതാവാണ്, നമ്മുടെ കൂടെ വരും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഫ്രാൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു. കാരണം ഞാൻ ഡിഗ്രിയിൽ ഫ്രഞ്ചാണ് എടുത്തിരുന്നത്. അന്ന് ഞാൻ ഫ്രഞ്ച് എടുത്ത സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഫ്രഞ്ച് എടുത്തതെന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഫ്രാൻസിലേക്ക് പോകണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടായിരുന്നു മനസ്സിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അവിടെ പോകണം എന്നുള്ളൊരു, പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഞങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാനത് അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഫ്രാൻസിൽ പഠിക്കാനായിട്ട് പെട്ടെന്നൊരു ഓഫർ വന്നത്. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് 2 പ്രാവശ്യവും ഞാൻ ചെയ്തിട്ട് അത് ഫെയിലായിരുന്നു. ഒന്ന് പോളണ്ടിലേക്കും അതേപോലെ തന്നെ ഫ്രാൻസിലേക്കും. പക്ഷെ അത് രണ്ടും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളണ്ടിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏജൻസിക്കാർ വളരെ ഇതായിരുന്നു. അത് കാരണം നമുക്ക് അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോകുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു അത് പോയത് നന്നായി എന്നുള്ളത്. അങ്ങനെ രണ്ടാമതും ഫ്രാൻസിൻ്റെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ എനിക്കിത് പേടിയാവണേണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും, നമ്മുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല, നമുക്ക് പോവണ്ടമ്മേ, വേണ്ടമ്മ അത് ഉപേക്ഷിക്കും അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ മാതാവ് എൻ്റെ അടുത്ത് പറയണുണ്ട്, നീ അതിൻ്റെ ഇറങ്ങിക്കോ, നിനക്ക് അതിലുള്ള ഇത് ഫലം മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ വേണോ, നമ്മുടെ കയ്യിൽ 1 പൈസ പോലും ഇല്ല, നമുക്കത് എന്തിനാണ് അത് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഇങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ അമ്മ ഒന്നും പറയണില്ല. പക്ഷേ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഏജൻസി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, 1 രൂപ എടുക്കാനില്ലാത്തടത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ 26 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്, എനിക്ക് 26 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു വഴിയില്ല, ആകെ ഉള്ളത് കുറച്ച് സ്ഥലമാണ്, ആ സ്ഥലത്തിനാണെങ്കിൽ വാല്യൂ ഉണ്ടാവില്ല, കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ വാല്യൂ ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, നീ ആ മാനേജറിനെ, ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ മാനേജറിനെ ഒന്ന് കാണിച്ചു നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പോണ വഴിയിൽ ഞാൻ ലോൺ ആപ്ലിക്കേഷൻ വെക്കാൻ പോണ വഴിയിൽ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളി തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇടിമിന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ കയറി നിൽക്കാം എന്നുള്ള രീതിയിൽ അവിടെ കയറി നിൽക്കുന്ന സമയത്ത് ഒരു തുമ്പി
ആ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ചിറക് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു, നല്ല ഒരു വിടർന്ന ഒരു ചിറക്. സാധാരണ ഒരു തുമ്പിയായിട്ട് എനിക്കതിനെ കണ്ടിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ഈ തുമ്പീനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് എന്തൊരു ഭംഗിയുള്ള തുമ്പിയാണ്, ഇത് ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കണേണ്. ആ തുമ്പി എൻ്റെ ഒപ്പം ഞാൻ വണ്ടി ഓടിച്ച് ബാങ്കിലെത്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കണ വരെ ആ തുമ്പി സാറിൻ്റെ ഒപ്പം, അതായത് സാറിൻ്റെ സൈഡിലായിട്ട് ആ തുമ്പി ഇരിക്കണേണ്. ആ അത്രയും നല്ല ഭംഗിയുള്ള ആ ഒരു തുമ്പി അവിടെ ഇരിക്കണേണ്. അപ്പോഴത്തേക്കും ഞാൻ തോന്നി, ഇത് ഞാൻ അവിടെ കണ്ട തുമ്പിയാണല്ലോ, ആ തുമ്പി എങ്ങനെ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കണേണ്. അതിനുശേഷം പിന്നെ ഞാൻ ആ തുമ്പിനെ അവിടെ കണ്ടിട്ടില്ല. അത് ഞാൻ പേപ്പർ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പാർവതി, ഇത് നമുക്കിപ്പോൾ തന്നെ ശരിയാക്കാം, ഞാനിത് RH വിട്ടേക്കാം, നീ പേടിക്കൊന്നും വേണ്ട, നമ്മളൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അമ്മ ഇങ്ങനെ ഒരു തുമ്പി എൻ്റെ കൂടെ വണ്ടിയുടെ കൂടെ സഞ്ചരിച്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നമ്മുടെ കൃപാസനത്തിലെ ആ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചാരി മാതാവാണ്, നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരും, നിൻ്റെ കൂടെ സഞ്ചരിച്ച് എല്ലായിടത്തും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കാശ് രൂപം, അമ്മയാണല്ലോ ആദ്യം ഉടമ്പടി എടുത്തത്, അപ്പോൾ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, നീ ഇത് കയ്യിൽ വെച്ചോ, അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അന്ന് ആ ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് ഞാൻ വൈകുന്നേരം അമ്മയുടെ ഒപ്പം പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കാത്ത കാരണം ഞാൻ വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യില്ല, അമ്മയുടെ ഒപ്പം പ്രാർത്ഥന എത്തിക്കും, അമ്മയുടെ ഒപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കൊക്കെ പോവായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മയുടെ ഒപ്പം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്കെൻ്റെ മനസ്സിൽ തോന്നിക്കണേണ്, നീ ഉടമ്പടി എടുക്കുക, നിൻ്റെ കാര്യത്തിന് നീ ഉടമ്പടി എടുക്കുക എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കണേ. അപ്പം ഞാൻ അമ്മേനോട് ഈ ഉടമ്പടി എടുക്കണ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് ഉടമ്പടി എടുക്കട്ടാ, അമ്മ എടുക്കണ പോലെയല്ല, മോനൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിൽ എൻ്റെ പറയണുണ്ട്, നീ ഉടമ്പടി എടുക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിയോഗങ്ങൾ എഴുതാനായിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്ക് നിയോഗങ്ങളൊന്നും എഴുതാൻ പറ്റണില്ല. കാരണം എനിക്ക് ഏതാ എഴുതണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമേ എഴുതിയത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, തിരുകുമാരനും എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം എന്നാണ് എഴുതിയത്. രണ്ടാമതാണ് ഞാനിങ്ങനെ ഫ്രാൻസിൽ പോണ കാര്യമുണ്ട്, അമ്മയുടെ ഇച്ഛ പോലെ എനിക്കത് നടത്തി തന്നെ. ഞാൻ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കത് അമ്മയുടെ ഇച്ഛ പോലെ എനിക്ക് നടത്തി തന്നോ എന്ന് പറഞ്ഞു. അതിനുശേഷം അങ്ങനെ 2-3 നിയോഗങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിയോഗങ്ങളായിട്ട് ഞാൻ ആകെ എഴുതിയേക്കണത് അമ്മ എൻ്റെ കൂടെ വേണം എന്നാണ് 6 നിയോഗങ്ങൾ എഴുതിയിരുന്നത്. അതിനുശേഷം അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ നിയോഗങ്ങൾ എഴുതാൻ പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അമ്മ എഴുതാനായിട്ട്, ഞാൻ ആകെ ഇത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, സാരില്ല മോനെ, നീ എഴുതിയിട്ടുണ്ടല്ലോ, അമ്മ നമ്മുടെ മനസ്സ് കണ്ടോളും, ഇനി ഉടമ്പടിയിലുള്ള ഇതൊക്കെ ചിട്ടകളും കാര്യങ്ങളും മോൻ പാലിക്കണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും ഞാൻ മുടക്കിയിട്ടില്ല. അതേപോലെ ഞങ്ങളുടെ അവിടെ ബത്തേനി ആശ്രമം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാരുടെ ഒരു ആശ്രമമുണ്ട്. അവിടുത്തെ അമ്മമാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു വട്ടം ഞാൻ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇന്ന് എനിക്കിവിടെ വരുമ്പോൾ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, മാതാവ് നിനക്കെല്ലാം തന്നതിന് ശേഷം നീ ഒരു നേരത്തെ ചായക്കുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, സാരില്ല മോനെ, നമ്മുടെ കയ്യിൽ പൈസ വരുന്നതനുസരിച്ച് നമുക്ക് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു, എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഫസ്റ്റ് ടൈമിലെ ഫീസ് അടച്ച്, അപ്പോൾ ഫീസ് ലോൺ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായി കിട്ടി. നമുക്ക് അറിയാം, ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് 2 മാസമൊക്കെ എടുക്കും നമുക്കൊരു ലോൺ പാസ്സായി കിട്ടാനെന്ന്. പക്ഷെ എനിക്ക് 10 ദിവസത്തിനുള്ളിലാണ് അമ്മയുടെ അനുഗ്രഹം, അതാണ് എനിക്ക് അമ്മയുടെ അനുഗ്രഹം, എനിക്ക് ആദ്യം അവിടെയാണ് കിട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ആ ലോൺ എനിക്ക് പാസ്സാക്കി എൻ്റെ കയ്യിലേക്ക് തരുകയാണ് ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് ടൈമിലെ ഫീസ് കെട്ടിയതിന് ശേഷം ഫീസ് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, കോളേജിൽ എത്തിയിട്ടില്ല, ക്രിസ്മസും കാര്യങ്ങളൊക്കെ കാരണം അവിടെ എല്ലാം ലീവാണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു അവധി ദിവസമാണ് എൻ്റെ ഫീസ് അവിടെ എത്തിയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നത്. അതെങ്ങനെ വന്നു എന്നോ അതോ എന്താണെന്നോ ഒരു കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അന്നാണ് അവിടെ പറഞ്ഞത്, അവിടെ സ്പെഷ്യൽ വർക്കിംഗ് ഡേ ആയത് കാരണമാണ് അന്ന് ആ മെയിൽ എനിക്ക് വന്നത്. അങ്ങനെ ഒരാഴ്ചയോളം ഫീസ് അവിടെ എത്താതിരുന്ന എൻ്റെ ഫീസ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ കോളേജിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ഒരു ദിവസം
ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കാണുകയാണ്. അമ്മ മാതാവ് ഏതോ ഒരു ഓഫീസറിൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ പാസ്പോർട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലുണ്ട്. അപ്പം അങ്ങനെ നിന്ന് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോഴത്തേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ദൈവമേ മാതാവിനെയാണോ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാതാവിൻ്റെ രൂപം നോക്കി സംസാരിക്കുമായിരുന്നു. അമ്മ എനിക്ക് എപ്പോഴെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെടുമോ, അമ്മേനെ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനൊരു കൂട്ടുകാരിനോട് സംസാരിക്കണ പോലെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കണ പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് അത് ഞാൻ ആ രൂപം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷെ എന്നാലും അമ്മയാണല്ലോ ഞാൻ കണ്ടതെന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിറ്റേ ദിവസം അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മേ ഞാനിങ്ങനെ മാതാവിനെ സ്വപ്നം കണ്ടേ, ഏതൊരു ഓഫീസറിൻ്റെ സൈഡിലിരിക്കണതായിട്ട് ആ സ്വപ്നം കണ്ടേന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ കാണും, മാതാവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളതൊക്കെ കാണണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, പാർവതിയുടെ 2 സർട്ടിഫിക്കറ്റ് മിസ്സിങ് ആണ് സെമസ്റ്ററിൻ്റെ. 5ഉം 6ഉം സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതില്ലാതെ നമുക്ക് ഒരു പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 2ഉം 6ഉം എവിടെയാണ് മിസ്സായേക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല, എൻ്റെ കയ്യിൽ ഇത്രയും സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കൺസോളിഡേറ്റഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം മാർക്കും ഉണ്ടല്ലോ സെമസ്റ്റർ വൈസ്, അപ്പോൾ അത് പോരേന്ന് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് നമ്മളെല്ലാം മാർക്ക് ഷീറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം, അപ്പോൾ അത് കാരണം ഈ 2 മാർക്ക് ഷീറ്റ് ഇല്ലാണ്ട് നിനക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണല്ലോ പറയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത്. അപ്പോൾ ഊട്ടിയിൽ പഠിക്കുന്ന സമയത്ത് അവിടം വരെ പോയി വരാനുള്ള യാത്ര കാരണം ഞാൻ അവിടുത്തെ സാറിനെ വിളിച്ച് ചോദിച്ചു, സാറേ അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് എൻ്റെ രജിസ്റ്റർ നമ്പറൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പാർവതി നിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നീ ഇവിടെ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണതാണ്, സൈൻ ഇടാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് തരില്ല, അപ്പോൾ നീ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണം, നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായേക്കണെയാണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീ ആ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് 10,000-16,000 രൂപ ചിലവ് വരും, ഒരു സെമസ്റ്ററിന് ഒരു 6,000 രൂപ വെച്ച് ചിലവ് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ നമ്മുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിനെ വിളിച്ചോ, നീ മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ ആ വിശ്വാസം എന്നിലും അമ്മയിലോടുള്ള കൂടുതൽ എന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഞാനും അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണേണ്, അമ്മ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ, എല്ലാ തടസ്സങ്ങളും എനിക്ക് മാറ്റിത്തരണേ, അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എവിടെയാണ് പോയേക്കണേന്ന് അറിയില്ല, എവിടെയോ ഉണ്ടെങ്കിലും എനിക്കത് തന്നേക്കണം, എൻ്റെ കയ്യിൽ 1 രൂപയില്ല എന്ന് പ്രാർത്ഥിച്ച്. അതിനുശേഷം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി സർട്ടിഫിക്കറ്റ് നോക്കി നിന്നിട്ട് കാര്യമില്ല മോനെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ പോകണേണ്. പാലക്കാട് പകുതി എത്തിയപ്പോൾ അമ്മ കിടക്കണമായിരുന്നു. അമ്മ പെട്ടെന്ന് കിടന്നിടത്തുനിന്ന് അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോനെ ഒന്നും കൂടി കോളേജിലേക്ക് വിളിച്ചു നോക്കിക്കേ, ഇപ്പോൾ കോളേജിൽ എനിക്ക് തോന്നണ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയുടെ ചോദിച്ചു, അമ്മ ഇത്രയും നാൾ നമ്മൾ ഒരാഴ്ചത്തോളം അവരെയാണ് വിളിച്ച് ചോദിച്ചത്, പിന്നെ എന്തിനാണ് നമ്മൾ വിളിച്ച് ചോദിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ വിളിച്ച് ചോദിക്കുക, ഞാനല്ലേ പറയണം, നീ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് ഒന്നും കൂടി നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ്, എൻ്റെ പാർവതി ഇവിടെ ഇല്ല, ഞങ്ങൾ ഒരുപാട് നോക്കി, ഇവിടെ ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വെച്ച് അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, പാർവതി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വരട്ടെ, ഞങ്ങൾ ഒന്നും കൂടി ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ നിന്ന് പ്രത്യക്ഷണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണേണ്, വിശ്വാസ പ്രമാണം ചൊല്ലണുണ്ട്, എല്ലാം ചൊല്ലണ്ട. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ആ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ മനസ്സിൽ മാതാവ് വന്നിട്ട് കാണിക്കണേണ്, ഞാൻ നിനക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോളേജിൻ്റെ ഉള്ളിൽ അമ്മ മാതാവ് നിൽക്കണതായിട്ട് അമ്മയുടെ മനസ്സിൽ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ണ് തുറന്ന് കാണുന്ന ഒരു സ്വപ്നമാണ് അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ മാതാവ് അവിടെ എത്തിയിട്ടുണ്ട് മോനെ, അമ്മ അവിടെ നിന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞ് നിൽക്കാതെ സാർ എന്നെ വിളിച്ചിട്ട് പറയണേ, നിൻ്റെ ആ സർട്ടിഫിക്കറ്റ് 2ഉം ഇവിടെ ഉണ്ട് എന്ന്. ഞാനത് കേട്ടപ്പോഴത്തേക്കും ഞാനും അമ്മയും ട്രെയിനിൽ ഇരുന്ന് തന്നെ മാതാവിന് 100 കോടി നന്ദി ഞങ്ങൾ പറഞ്ഞ്. അപ്പോഴത്തേക്കും മാതാവിന് 100 കോടി ഞങ്ങൾ നന്ദി പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ. അതിനുശേഷം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി, സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്നു, എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്നലെ അത് കഴിഞ്ഞ് വിസക്കെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിസ വരണില്ല,
കുറേ ദിവസമായി വിസക്ക് വെച്ചിട്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, അമ്മേ എനിക്ക് പേടിയാവണുണ്ട്, ഇത്രയും നമ്മൾ പൈസ മുടക്കി, ഒരു 10-16 ലക്ഷത്തോളം നമ്മൾ ഇത്രയും മുടക്കിയേക്കണേണ്, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് വിസ വരൂല അമ്മേന്ന് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണേണ്. അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്, അമ്മ എൻ്റെ കൂടെ സംസാരിക്കണതായിട്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫോട്ടോ നോക്കി ചിരിക്കും, അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ, അമ്മേ ഇത് വരില്ല അമ്മേ, വിസ വരില്ല അമ്മേന്ന് വെച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഞാൻ പ്രാർത്ഥിക്കണ ആ രൂപത്തിൽ ഒരു ചിരി ഞാൻ കണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ച് എനിക്ക് വിസ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇന്നലെ ഞങ്ങൾ ഇരുന്ന് ഞാനിങ്ങനെ കസേരയിലാണ് അമ്മയുടെ ഒരു ഫോട്ടോയും എല്ലാം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനിങ്ങനെ കസേരയിൽ തല വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ്, അമ്മ ഞാൻ അമ്മയുടെ മടിയിൽ തല വെച്ചോട്ടെ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ എന്നിട്ട് തല ഇങ്ങനെ വെച്ച് കിടക്കണേണ്. എന്താണ് എനിക്ക് അനുഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്മ എന്നെ തലോടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പർശന സുഖമില്ലേ, അതാണ് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ അനുഭവിച്ചത്. കാരണം അമ്മ മാതാവ് ഞാനിങ്ങനെ മടിയിൽ തല വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തലയിൽ കൈ വെച്ച് തടവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനവിടെ ഇരുന്ന് ഒരുപാട് ഇന്നലെ കരഞ്ഞായിരുന്നു, വിസ വന്നില്ലല്ലോ അമ്മേ, എന്ത് ചെയ്യും എന്ന് ചോദിച്ച്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പറഞ്ഞത്, അമ്മ എൻ്റെ അടുത്ത് ഒരാഴ്ചയായി പറയണത്, മോനെ നമുക്ക് വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോകാം, എന്താണെങ്കിലും അമ്മ ലീവ് എടുക്കാം, അമ്മ ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്, അപ്പം അമ്മക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ സാലറി കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മാസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാലറി വേണം. ഞാൻ 3 മാസമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, സാരല്ല മോനെ, അമ്മേനെ കാണാൻ നമുക്ക് അവിടെ പോകാം, സന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട് ഇന്നലെ ജപ്തി നോട്ടീസൊക്കെ വന്ന് ഒട്ടിച്ച്. കാരണം അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതോടുകൂടി അച്ഛൻ ലോൺ അടക്കാതെയായി. അപ്പം അങ്ങനെ ജപ്തി നോട്ടീസൊക്കെ ഒരു മനസ്സിന് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഇന്ന് വന്നത്. ഇന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അച്ഛനെ ബ്ലെസ്സിങ് മേടിക്കാനായിട്ട്, പക്ഷേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ല. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ലല്ലോ അമ്മേ, എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ്, മാതാവ് നമ്മളെ കാണിക്കും, നമുക്ക് കാണാൻ പറ്റും അച്ഛനെ, നീ പേടിക്കണ്ട, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, നീ വിശ്വസിക്കണത് മാതാവിലല്ലേ, നീ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇന്നിവിടെ വന്ന് ടോക്കൺ എടുത്തപ്പോൾ അമ്മക്കാണ് ആദ്യം ടോക്കൺ കിട്ടിയത്, ജപ്തിയുടെ നോട്ടീസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച്. അപ്പോൾ ഇന്ന് അവിടെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിൻ്റെ ഫീസ് അടിച്ച റിസിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ടോക്കൺ എടുക്കാൻ കയറിയപ്പോൾ ഞാൻ വെറുതെ എൻ്റെ ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അപ്പം ഞാൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നേക്കണേണ്, എൻ്റെ വിസ അപ്രൂവലായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പം തന്നെ ഇവിടെ വന്ന അമ്മയ്ക്ക് 100,000 നന്ദി ഞാനിവിടെ നിന്ന് പറഞ്ഞു. കാരണം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, മാതാവേ എൻ്റെ മോൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വന്ന് സാക്ഷ്യം പറയും, അത് ഏത് ദിവസമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലീവ് എടുത്താണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയും, എനിക്ക് അമ്മ മാതാവിനോട് അത്രയും നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇന്ന് ആ വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾ ഈ സന്നിധിയിലുണ്ട് സാക്ഷ്യം പറയാനായിട്ട്. അമ്മ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അമ്മയുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പറയാൻ ഒരുപാടുണ്ട്, എനിക്ക് പറഞ്ഞാൽ അത്രയും തീരില്ല. കാരണം ഓരോ വട്ടവും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. പൂജ്യം പറയാൻ പറ്റില്ല, മൈനസിൽ നിന്ന ഞങ്ങളെയാണ് അമ്മ ഇന്നിപ്പോൾ ഒരു വിസ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേക്കണത്. അപ്പോൾ അമ്മേനെ വിശ്വസിച്ച് നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ 100-101% ഉറപ്പാണ്, അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അതേപോലെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു, അവിടെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ ആശ്രമത്തിൽ അമ്മമാരെ സഹായിക്കുമായിരുന്നു, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. 100 കോടി നന്ദി മാതാവിനും തിരുകുമാരനും ഞാൻ പറയാണ്. ആദ്യം തന്നെ ഇനി പരിശുദ്ധ ബലിവേദിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ടിൻസി, ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവങ്കാണ്. ഞാൻ ഇവിടെ 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ അമ്മ 2019 തൊട്ട് ഉടമ്പടി എടുത്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അമ്മ ഏറ്റവും പ്രാധാന്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം എൻ്റെ പഠനത്തോടൊപ്പം എനിക്കൊരു ജോലിയുമായിരുന്നു.
2020 BSc സുവോളജി ഞാൻ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് എനിക്ക് മുൻപോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ടൊരു വഴി പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥ അനുഭവിച്ച ഒരുപാട് പേര് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഒരു കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അത് ജോലി ഇല്ലാതിരിക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടോണ്ടിരിക്കുന്ന സമയമായിരിക്കും ഓരോ പിള്ളേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്നെനിക്കറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത്, ഓക്കെ എടി നമുക്കൊരു കാര്യം ചെയ്യാം, MHA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, നമുക്ക് അത് പോയി അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പം ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുൻപിൽ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അതേ തുടർന്ന് ഞാൻ MHAക്ക് വേണ്ടിയിട്ട് പോയി ആപ്ലിക്കേഷൻ ഇട്ടുവെങ്കിലും എനിക്ക് മനസ്സിൽ ആർമി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം ആർമിക്ക് പോകണോ അതോ, രണ്ടിടത്തും ഞാൻ ഒരേ സമയം ആപ്ലിക്കേഷൻ ഇട്ടു. ഒന്നെങ്കിൽ ആർമിക്ക് പോകാം, ഇല്ലെങ്കിൽ MHA എന്നുള്ള കോഴ്സിനെടുക്കാം. പക്ഷേ എല്ലാവരും എല്ലാ ഭാഗത്തും കയറി, കൂടെ പഠിച്ചവരൊക്കെ പല ഉപരിപഠനത്തിന് കയറി. അപ്പോഴും എനിക്കൊന്നും ആയില്ല. മുൻപോട്ട് എന്ത് ചെയ്യണം, എനിക്കൊന്നും ആയില്ലല്ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിസൾട്ടും വന്നിട്ടില്ല, വേറൊരു കോഴ്സിനാണ് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പം മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് ഗായക സംഘത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ നിൻ്റെ മുന്നിൽ ഒരു വേല ചെയ്തുകൊണ്ടിരുന്നവളല്ലേ ഞാൻ, അപ്പം എനിക്കിപ്പോൾ എന്ത് കോഴ്സ് എടുക്കണം, അല്ലെ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു മാർഗം, എനിക്ക് മുന്നോട്ട് എന്താ നീ കാണിച്ചു തരാത്തെ എന്നുള്ളത് പരാതികളായി മാറി. ഞാനപ്പം വീട്ടിൽ ആരുമില്ലാഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ചരലെടുത്ത് പെറുക്കി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇട്ടിട്ട് ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞൊരു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ നിൻ്റെ മുൻപിൽ ഇത്രയും നാൾ ഞാൻ പാടി നിനക്ക് വേണ്ടി ഗാനം ആലപിച്ചവളാണ്, എനിക്കൊരു വഴി കണ്ടെത്തണം. അതേസമയം എൻ്റെ അമ്മ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും, നീ അതുകൊണ്ട് ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്കൊരു വഴി, മാതാവ് തരുന്ന വഴി ഒരിക്കലും നിനക്ക് മോശമായിരിക്കില്ല, നിനക്ക് വേണ്ടത് വഴി മാതാവ് നിനക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അപ്പോഴും എനിക്കറിയത്തില്ല ആർമി വേണോ MHA വേണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശേഷം ടോസ് ഇട്ടാണ് എനിക്കറിയത്തില്ല ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പേപ്പർ എടുത്ത് ഒരു സൈഡിൽ MHA ഒരു സൈഡ് ആർമി എന്ന് എഴുതി. അങ്ങനെ ഞാൻ ടോസ് ഇട്ടപ്പോൾ 3 തവണയും എനിക്ക് MHA എന്നുള്ള കോഴ്സാണ് വീണേ. ഈ ടോസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആർമിയുടെ ഇതിനകത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ആർമിയുടെ ഇത് ക്യാൻസലായി, ഞാനതിന് എലിജിബിൾ അല്ല എന്നുള്ള രീതിയിൽ ആ നിമിഷ നേരം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അവസാനം ഞാൻ MHAക്ക് അപ്ലൈ ചെയ്തു. MHAക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി അപ്ലൈ ചെയ്തു. അവസാനം അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോഴും അമ്മ നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ ഒരു കുഞ്ഞൊരു വഴി കാണിച്ചു കൊടുക്കണം, അവൾക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മേ നീ അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് അവിടെ അത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ആദ്യത്തെ ഒരു 1.5 മാസം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കൊച്ചാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഇംഗ്ലീഷ്, കന്നഡ, ഒന്നും പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടിലും ഉപരി കാണാതെ പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കോഴ്സ് നിർത്തിയിട്ട് ഞാൻ തിരിച്ച് പോരട്ടെ, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറയും, നീ വിഷമിക്കേണ്ട, അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും, അമ്മ നിന്നെ കൂടെ ഉണ്ടാകും, നിന്നെ ചേർത്ത് പിടിക്കും, നീ സങ്കടപ്പെടേണ്ട. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായി
ആദ്യത്തെ ഒരു സെമ്മ് ബിയും B+ഓടെയും കൂടി പാസ്സായ ഞാൻ അവസാനം അവിടുന്ന് പഠിച്ചിറങ്ങിയത് ഡിസ്റ്റിങ്ഷനോടെയാണ്. അങ്ങനെ ഞാൻ അവിടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അടുത്ത എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഇനി ജോലിക്ക് എവിടെ പോകും, എന്ത് ചെയ്യും, ഏത് ജോലി തപ്പണം, അവിടെ തന്നെ നോക്കണോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കണോ, ശമ്പളം കുറവായിരിക്കുമോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന അതേ കോളേജിൽ സെൻറ്റ് ജോൺസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ, ഞാൻ ചെയ്തിരുന്നോണ്ടിരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ മാനേജർ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഇവിടെ വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ, നിൻ്റെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്ലൈ ചെയ്തിട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേ തുടർന്ന് ഞാൻ അവിടെ തന്നെ 3 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ അതെല്ലാം ഇപ്പോൾ പിന്നീട് മുന്നോട്ട് ഞാനിപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും എന്നെ മാതാവ് എന്നെ ഇതിനെല്ലാം ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്നെല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ഉടമ്പടിക്കാട്ടെ എടുക്കുകയാട്ടെ വന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് ശേഷം അമ്മ പറഞ്ഞു, ജോലി ആയെങ്കിലും ഒരു വിദേശത്ത് ഒരു ജോലി, എൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എല്ലാം കാരണം ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുണ്ട്, ഒരു വിദേശത്ത് ഒരു ജോലി എനിക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അമ്മ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതേ തുടർന്ന് അമ്മയോട് പറഞ്ഞു, ശരി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, നീ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നീ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്, ഞാനല്ല നീയും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇവിടെ കൃപാസനം എന്ന് പറയുമ്പോൾ വരും പ്രാർത്ഥിക്കുകയും പോകുന്നല്ലാതെ എനിക്ക് ആ ഒരു വിശ്വാസം, ഈ പ്രായത്തിലുള്ളവർക്കറിയാം, ഇതേ ഒരു ചോരത്തിളപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ഓക്കെ, പത്രവിതരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു സമയം. ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എപ്പോഴും ചിന്തിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിനാ ഈ പത്രവിതരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ 2024 അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേക്കണമല്ലോ, ഉറക്കം പോകണമല്ലോ, ജോലിക്ക് പോകണമല്ലോ, ഉറക്കം പോകില്ലോ എന്നൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ 2024 ഉടമ്പടിക്ക് ഞാൻ വന്നു. അവസാനം ക്ലാസ്സൊക്കെ കൂടിയപ്പോൾ എനിക്കിഷ്ടമായി, പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത പതുക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, അപ്പം എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഉടമ്പടി നിയോഗത്തിനകത്ത് ഞാൻ ആദ്യത്തേത് ആത്മീയ വിശുദ്ധിക്കും ആത്മീയമായ വളർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും എഴുതിയെങ്കിലും രണ്ടാമത് ഞാൻ ആദ്യം എഴുതിയത് എനിക്ക് നല്ലൊരു വിദേശത്ത് നല്ലൊരു ജോലിക്കുള്ളൊരു മാർഗം കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതേ തുടർന്ന് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് വിദേശത്ത് സൗദിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, വിദേശത്ത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ പരീക്ഷകൾ എഴുതണം, എന്തൊക്കെ കടമ്പകൾ കടക്കണം. ഞാനൊരു പരീക്ഷ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു CV ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ മൂന്നാമതൊരാളിലൂടെ അമ്മ മാതാവ് എനിക്കൊരു വഴി കണ്ടെത്തി തന്നു. അങ്ങനെ ഞാനൊരു ആശുപത്രിയിലോട്ട് കോൺടാക്റ്റ് ചെയ്തു. ആ കോൺടാക്റ്റിലൂടെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം 6-7 മാസത്തോളം എനിക്ക് ഡിലേ വന്നു. അപ്പം എൻ്റെ ഉടമ്പടി തീർന്ന സമയമായിരുന്നു. പക്ഷേ ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിലായത് കാരണം എനിക്ക് വരാനോ ഉടമ്പടി പുതുക്കാനോ എപ്പോഴൊന്നും പറ്റില്ല. പിന്നെ വന്നപ്പോൾ ഫുൾ തടസ്സങ്ങളായി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉടമ്പടി പുതുക്കാനും പറ്റുന്നില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പതുക്കെ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ അവസരങ്ങൾ പോലും എനിക്ക് താമസങ്ങളും തടസ്സങ്ങളും ആയി തുടങ്ങി. അങ്ങനെ കാരണം അവിടെ ജോലിക്ക് നിന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, സൗദിയിൽ വന്നതല്ലേ, പിന്നെ എന്താ പോകാൻ പറ്റാഞ്ഞേ. നമുക്ക് അതടുത്തൊരു മാനസിക സമ്മർദ്ദമായി. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ അവൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, എനിക്കിനി മുന്നോട്ടൊന്നുമില്ല, ഇത് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ വീട് എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോയി പള്ളിയിൽ ചില സമയത്ത് ഇരുന്ന് കരയും. പ്രാർത്ഥനകൾ ആ സമയത്ത് വരില്ല, പക്ഷേ
കണ്ണുനീര് ചില സമയത്ത് എൻ്റെ പ്രാർത്ഥനകളായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം അവസാനം ഞാൻ എന്നാൽ ഉടമ്പടി രണ്ടും കൽപ്പിച്ച് എനിക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ, ഇനി പഴയ ലൈഫ് എനിക്ക് വേണം, അതുപോലെ എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, ഇനി ഉടമ്പടി ഉഴപ്പാതാണെങ്കിലും എനിക്ക് വീണ്ടും തുടർന്ന് അമ്മ മാതാവിനോട് സ്നേഹിക്കണം, അമ്മയുടെ തണലിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വാശിയോടുകൂടി ഏപ്രിൽ, ഈ കഴിഞ്ഞ 2026 ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. രണ്ടാമത്തെ തവണ ഞാൻ പുതുക്കി. അതിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ ഈ തടസ്സങ്ങൾ, എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചിട്ടും ഒരു 6 മാസക്കാലം എനിക്ക് പേപ്പറുകളൊന്നും വരുന്നില്ല. പേപ്പറുകൾ വരാതെ തടസ്സങ്ങൾ മാറി മെയ് 30 എന്നുള്ളൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എനിക്ക് മെയ് 30 മുന്നേ എനിക്ക് ഈ പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ നിൻ്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് എഴുതി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് കിട്ടാതെ കടന്നിരുന്ന പേപ്പറുകളെല്ലാം എനിക്ക് പതുക്കെ ശരിയായി തുടങ്ങി. പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ ആരംഭിച്ചു അന്നു തൊട്ട് എൻ്റെ പ്രാർത്ഥനകൾ, എന്ന് ഞാൻ ഉറക്കെ അമ്മയുടെ മുന്നിൽ കരഞ്ഞു അന്നു തൊട്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാൻ തുടങ്ങി. മെയ് 30 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെയ് 7 ഞാൻ മെഡിക്കൽ എടുത്തു. മെയ് 13 ഞാൻ ബയോമെട്രിക്സ് പൂർത്തിയാക്കി, എൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാം പൂർത്തിയാക്കി. മെയ് 26 എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. സൗദിയിലോട്ട് പോകാനുള്ള വിസ ഉൾപ്പെടെ മെയ് 20 ഞാൻ പറഞ്ഞു വെച്ച ഡേറ്റിനെക്കാട്ടിലും 4 ദിവസം മുന്നേ എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഇപ്പം ഞാൻ അടുത്ത ആഴ്ച സൗദിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 1000 നന്ദി, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ആത്മീയ വളർച്ച. പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയാണ് എല്ലാം. പ്രാർത്ഥനയിലൂടെ പല വഴികളും തുറന്ന് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് സഹായം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം വന്നത്. കാരണം ഞാൻ ഈ HRD പ്രോസസ്സ്, ഈ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണമെന്ന് അറിയാതെ വന്ന് അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ വഴിയെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കും, എന്താ മോളെ ഇതിനു വേണ്ടി വന്നാണോ, എന്നത് ഇങ്ങോട്ട് പോരും, എൻ്റെ കൂടെ പോരും, ഞാൻ ചെയ്തേക്കാം, ഞാൻ ചെയ്തു തന്നേക്കാം, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഏതൊക്കെയോ മനുഷ്യരിലൂടെ എനിക്ക് ഇഷ്ടം പോലെ സഹായം പരിശുദ്ധ അമ്മ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ജോലിയിലാട്ടെ, ഞാൻ വന്ന വഴികളാട്ടെ, അമ്മ എന്നെ കൈ പിടിച്ച് നടത്തിയത് ഇപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴികളെല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം കണ്ണുനീരോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും എനിക്ക് പറയാനുള്ളത്, അത് എൻ്റെ പ്രായത്തിലുള്ള യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നമ്മുടെ ഒന്നും കണ്ണുനീര് വെറുതെയല്ല. നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയതിന് ശേഷം എനിക്ക് അനുഗ്രഹങ്ങളല്ലാതെ വേദനകൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളായിട്ട് മാറുന്ന അതുപോലെ അമ്മ നമ്മളെ മാറ്റും. 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രോഗീ സന്ദർശനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ അമ്മയും ഞങ്ങളൊക്കെ പോയിട്ട് ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ കൊടുക്കും, പത്രവിതരണം നടത്തിയിട്ടുണ്ട്, പരിശുദ്ധ കുർബാന എപ്പോഴും കാണുമായിരുന്നു. അങ്ങനെ കാരുണ്യപ്രവർത്തികളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടിൻസി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ ജീവിതത്തിൽ ഏതാണ് ഉചിതമായ മാർഗമെന്ന് തിരഞ്ഞെടുക്കുവാനും ആ മാർഗം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തുകയും അതിലൂടെ തന്നെ തനിക്ക് പഠിക്കുവാനും ആ പഠന മേഖലയോട് ചേർന്നുകൊണ്ട് തന്നെ തനിക്കൊരു ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്നുകൊണ്ട്, ഉടമ്പടി പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ക്രമപ്പെടുത്തുവാനും ദീപിക സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകൾക്ക് ജീവിക്കുവാനും സാധിക്കും. ഈ മകളുടെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകളുടെ സാക്ഷ്യം കൂടുതലായിട്ട് വ്യക്തമാകുക. അതോട് ചേർന്നുകൊണ്ട്
തൻ്റെ തന്നെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പയോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയിൽ കൂടുതൽ ക്രമപ്പെടുത്തുകയും ആത്മീയ ജീവിതമാണ്, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൾ കടന്നു വരികയും ചെയ്തു. ഇനിയും താരയ്ക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇനിയും തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റട്ടെ എന്നും ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്യപൂർവ